മഴതോരും മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് തന്നെ ഹരിയും കമലും മനസ്സിൽ ചില പദ്ധതികളൊക്കെ രൂപപ്പെടുത്തും. തങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ കമലയുടെ കൂടെ ഹരി അങ്ങോട്ടേക്ക് വരുന്നത്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സൗമ്യതയുടെ പര്യായമെന്ന് തോന്നിക്കുന്ന മുഖഭാവമാണ് ഇപ്പോ ഹരിക്ക്. പഴയ തെമ്മാടിത്തരങ്ങളുടെ ലാഞ്ചന പോലും ആ മുഖത്തില്ല. കാപട്യത്തിന്റെ ഒരു പുതിയ മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് അവൻ വൈജയന്തിയുടെ വീട്ടുമുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചത്. ഹരി പറയുന്നുണ്ട്, അമ്മേ, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുവോ? ഹരിയുടെ ശബ്ദം താഴ്ത്തി ചോദിച്ചു. അവന്റെ കണ്ണുകളിൽ കുറുക്കന്റെ സൂത്രശാലികത മറഞ്ഞു നിന്നു. പിന്നല്ലാതെ, നീ പഴയ ഹരിയല്ല, പുതിയൊരു മനുഷ്യനാണെന്ന് എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കണം. വൈജയന്തിക്ക് നിന്നെ നല്ല വിശ്വാസാണ്. ആ വിശ്വാസം ഏതായാലും നമ്മൾ മുതലെടുക്കണം. കമല മകന് ധൈര്യം പകർന്നു കൊടുത്തു. അവരുടെ ലക്ഷ്യം വെറും സന്ദർശനമായിരുന്നില്ല. വൈജിയുടെ മകൾ ബബിതയായിരുന്നു ഹരിയുടെ പുതിയ ഇര. അവളെ വശത്താക്കി ആ കുടുംബത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുക. അതുവഴി അലീനയോടുള്ള പഴയ പ്രതികാരമെല്ലാം വീട്ടുക. ഇതൊക്കെയായിരുന്നു അവരുടെ ഗൂഢലക്ഷ്യങ്ങൾ. അവർ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ ബാലചന്ദ്രൻ ഓഫീസിലേക്ക് പോവാനായി ഒരുങ്ങുകയായിരുന്നു. ഹരിയെയും കമലയെയും കണ്ടതും അയാളുടെ മുഖം ചുളിഞ്ഞു. പഴയ കാര്യങ്ങളൊന്നും ബാലചന്ദ്രൻ മറന്നിട്ടില്ലായിരുന്നു. ആ, ഇതാര്? കമലത്തിന്റെയും മകന്റെയും മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ബാലചന്ദ്രൻ ചോദിച്ചു. എന്താ ഈ വഴിക്കൊക്കെ? ബാലചന്ദ്രന്റെ ചോദ്യത്തിൽ പരിഹാസം നിറഞ്ഞു നിന്നിരുന്നു. കമലമ്മ ചിരിക്കാൻ ശ്രമിച്ചു. അത് പിന്നെ ബാല, ഞങ്ങൾ അമ്മയെ കാണാൻ വേണ്ടിയിട്ടൊന്ന് വന്നതാണ്. പിന്നെ ഇവൻ ഇപ്പൊ പഴയതുപോലെയുള്ള ആളൊന്നല്ല. ഇവൻ ആളാകെ മാറി. നല്ലൊരു ജോലി കിട്ടി. സ്വഭാവമെല്ലാം തന്നെ മാറി. അതൊക്കെയെന്ന് പറയാൻ കൂടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ബാലചന്ദ്രൻ അന്നേരം ഹരിയെന്ന് അടിപൊളി നോക്കി. ആ നോട്ടത്തിൽ ഹരി ഒന്ന് പതറിയെങ്കിലും പുറത്തതൊന്നും തന്നെ കാണിച്ചില്ല. ഓ, നീ നന്നായി അല്ലേ? മനുവിനേക്കാൾ നന്നായി എന്ന് കേട്ടല്ലോ. പണ്ട് കാണിച്ചു കൂട്ടിയതൊക്കെ പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ എളുപ്പമാണ്. പക്ഷേ ചെയ്ത ദ്രോഹങ്ങൾ അത്ര പെട്ടെന്നൊക്കെ മറക്കാൻ പറ്റുമോ? ബാലചന്ദ്രന്റെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു. അതൊക്കെ പഴയ കഥയല്ലേ അങ്കിളെ. ഞാനിപ്പോ അതൊക്കെ മറന്നു, ഹരി വിനയത്തോടെ പറഞ്ഞു. ആ, നന്നായ നിനക്ക് കൊള്ളാമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ നേരെ കാറിലേക്ക് കയറി ഓഫീസിലേക്ക് പോയി. ബാലചന്ദ്രന് ഹരിയെ ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു. ആ കണ്ണുകളിലെ കള്ളത്തരങ്ങൾ ബാലചന്ദ്രൻ കൃത്യമായി വായിക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ പോയതോടുകൂടി തന്നെ ഹരിയുടെ മുഖത്ത് വിനയമങ്ങ് മാറി. പകരം ഒരു പുച്ഛം അവിടെ നിറഞ്ഞു. കണ്ടില്ലേ അമ്മേ, അയാൾക്ക് എന്നെ ഒട്ടും വിശ്വാസമായിട്ടില്ല. ഞാൻ എത്ര നന്നായി എന്ന് പറഞ്ഞാലും അയാൾ എന്നെ വിശ്വസിക്കില്ല. ഹരി കമലയോട് പറഞ്ഞു. അയാളെ വിശ്വസിക്കേണ്ടടാ, നമുക്ക് വേണ്ടത് വൈജയുടെ വിശ്വാസാണ്. വൈജയന്തിക്ക് നിന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അത് മതി നമുക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ. കമല മകനെ ആശ്വസിപ്പിച്ചു. അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വൈജയന്തി വാതിലിന്റെ അകത്തേക്ക് വന്നത്. അവരെ കണ്ടതും വൈജയന്തിയുടെ മുഖം വിടർന്നു. സ്വന്തം മകനേക്കാൾ സ്നേഹത്തോടെയാണ് വൈജയന്തി ഹരിയെ സ്വീകരിക്കുന്നത്. ആഹാ, ഇതാരെ? കമലെടുത്തിയോ? ഇതെന്താ പുറത്തു തന്നെ നിന്നേ? കേറി വാ. വൈജയന്തി സ്നേഹത്തോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഹരിയുടെ മുഖത്ത് വീണ്ടും ആ പഴയ വിനയത്തിന്റെ മുഖം മൂടി വീണു. ആന്റി, ഞാൻ അച്ചമ്മയെ കാണാൻ വന്നതാ. പിന്നെ ആന്റിയെയും കാണാലോ എന്ന് കരുതി. ഹരി വിനയത്തോടെ പറഞ്ഞു. നന്നായി നീ വന്നത്. കേട്ടതൊക്കെ സത്യമാണല്ലോ അല്ലേ? നീ ഇപ്പോ ആകെ മാറിയെന്നും നല്ലൊരു പയ്യനാണെന്നൊക്കെ അറിഞ്ഞു. വൈജയന്തി അവനെ അഭിനന്ദിച്ചു. ഇതൊക്കെ കേട്ട് അലീന വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഹരിയുടെ വരവ് അവളിൽ ഭയം നിറച്ചു. പഴയ കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ മിന്നിമറയുന്നു. തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച, അപമാനിക്കാൻ ശ്രമിച്ച അതേ ഹരി അവനിപ്പോ എല്ലാവർക്കും മുന്നിൽ മാന്യനായിട്ട് അഭിനയിക്കുന്നു. വൈജയന്തി അലീനയെ കണ്ടതും മുഖം കറുപ്പിച്ചു. നീ എന്താടി അവിടെ വായും പൊളിച്ചു നോക്കി നിൽക്കുന്നത്? ഇവർക്ക് കുടിക്കാൻ വല്ലതും എടുക്കാതെ? വൈജയന്തി ദേഷ്യപ്പെട്ട് പറഞ്ഞു. എന്നിട്ട് ഹരിയോട് തിരിഞ്ഞു പറയുന്നുണ്ട്. മോൻ ഇതൊന്നും കാര്യമാക്കണ്ട. അവളൊരു ശകുനമാണ്. അവളെ പോലുള്ള പെണ്ണുങ്ങളാണ് ആണുങ്ങളെയൊക്കെ ഇങ്ങനെ വഴി തെറ്റിക്കുന്നത്. നീ പണ്ടേ ഇവളോട് എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കുഴപ്പം കൊണ്ട് തന്നെ ആയിരിക്കും. പെൺപിള്ളേര് അടക്കവും ഒതുക്കവും ഇല്ലാതെ നടന്ന ആണുങ്ങൾ നോക്കിപ്പോവും. വൈജയന്തിയുടെ ആ വാക്കുകൾ അലീനയുടെ നെഞ്ചിൽ തറച്ചു. സ്വന്തം തെറ്റ് മറച്ചുവെച്ച് ഇരയെ കുറ്റപ്പെടുത്തുന്ന ക്രൂരമായ മനസ്സ്. മാഡം, അലീനയുടെ ശബ്ദമിടറി. മാഡത്തിന്റെ മകളാണ് എന്റെ സ്ഥാനത്തെങ്കിൽ മാഡം ഇങ്ങനെ പറയുമോ? അന്ന് അവൻ എന്നെ കടന്നു പിടിക്കാൻ നോക്കിയത് ഞാൻ വിളിച്ചു വരുത്തിയിട്ടാണോ? നിർത്തടി, വൈജയന്തി അലറിക്കൊണ്ട് പറഞ്ഞു. എന്റെ മക്കളെ നിന്നെ പോലെ വളർത്തരുത്. അവർ അന്തസ്സുള്ള വീട്ടിലെ കുട്ടികളാണ്. നീ വെറും ഒരു വേലക്കാരിയും. നിന്റെ വായടച്ചു പോയി പണി നോക്കടി. വൈജയന്തി അലീനയോട് ദേഷ്യപ്പെടുന്നതും കണ്ട് ഹരിയുടെ ഉള്ളിൽ ഒരു ചിരി വിരിഞ്ഞു. വൈജയന്തിയുടെ ഈ അന്ധമായ സ്നേഹവും വിശ്വാസവും തന്നെയാണ് തന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് ഹരി മനസ്സിലാക്കി. ഞാൻ മുത്തശ്ശിയൊന്ന് കണ്ടിട്ട് വരാം ആന്റി എന്നൊക്കെ പറഞ്ഞ് ഹരി മുത്തശ്ശിയുടെ മുറിയിലേക്ക് നടന്നു. എന്നാൽ അവന്റെ ലക്ഷ്യം മുത്തശ്ശിയായിരുന്നില്ല. മറിച്ച് ആ വീടിന്റെ മുകളിലത്തെ നിലയിൽ കഴിയുന്ന ബബിതയും കൃഷ്ണമോളുമായിരുന്നു.
മുത്തശ്ശി കട്ടിൽ കിടക്കുമായിരുന്നു. ഹരിയെ കണ്ടതും അവരുടെ മുഖമങ്ങ് മങ്ങി. നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നീ ഈ പടി ചവിട്ടരുതെന്ന്? മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറഞ്ഞു. അയ്യോ മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതല്ലേ. ഞാനിപ്പോ പഴയ ഹരിയൊന്നുമല്ല. ഞാൻ നന്നായി മുത്തശ്ശി. ഹരി നാട്ടിൽ തുടർന്നു. നീ നന്നായി എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി വെളുത്തു എന്ന് പറയുന്നത് പോലെയാണ്. എടാ, എനിക്കറിയാടാ നിന്റെ ഉള്ളിലിരിപ്പ്. നിന്റെ കണ്ണ് എന്റെ പേരക്കുട്ടിയിലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ. മുത്തശ്ശി അവനെ ആട്ടിയോടിക്കാൻ ശ്രമിച്ചു. ഹരി അവിടെ അധിക നേരമൊന്നും നിന്നില്ല. മുത്തശ്ശിയുടെ വായടപ്പിക്കാൻ കമലമ്മ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആ തക്കത്തിന് ഹരി പതുക്കെ മുകളിലേക്ക് വലിഞ്ഞു കയറി. മുകളിലെ മുറിയിൽ ബബിതയും കൃഷ്ണമോളും ഇരിക്കുന്നുണ്ടായിരുന്നു. ബബിത ഫോണിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണമോൾ എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ആരിത്? ഹരി വാതിൽക്കൽ വന്നു നിന്ന് ചോദിച്ചു. ബബിത തലയുയർത്തി നോക്കി. ആ ഹരിയേട്ടാ, എപ്പോ വന്നു? അവൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. എന്നാൽ കൃഷ്ണമോളുടെ പ്രതികരണം മറിച്ചായിരുന്നു. ആ, ഇത് ജയിലിൽ പോവേണ്ട ആളല്ലേ? കൃഷ്ണമോളുടെ ചോദ്യം ഹരിയെ ചൊടിപ്പിച്ചു. എടി, ഞാൻ നിന്റെ ചേട്ടനാടി, മര്യാദക്ക് സംസാരിക്കണം, ഹരി പറഞ്ഞു. ചേട്ടനോ? സ്വന്തം അനിയത്തിയെ പോലെ കാണേണ്ട അലീന ചേച്ചിയോട് വൃത്തികേട് കാണിച്ച ആളാണല്ലേ എന്റെ ചേട്ടൻ. കൃഷ്ണമോള് വിട്ടുകൊടുത്തില്ല. ബബിത കൃഷ്ണയെ ശകാരിച്ചു. നീ മിണ്ടാതിരിക്ക് കൃഷ്ണേ. ഹരിയേട്ടൻ ഇപ്പോ നല്ല ആളാണ്, അമ്മ പറഞ്ഞില്ലേ. ബബിതക്ക് ഹരിയോടൊരു മൃദുമായ സമീപനമുണ്ടായിരുന്നു. അത് ഹരിക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി. ബബിതയെ, ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നീ വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹരി ബബിതയെ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബബിത ഫോണെടുത്ത് ഹരിയുടെ കൂടെ മുറിയിലേക്ക് പോയി. കൃഷ്ണമോള് അത് കണ്ട് ഭയത്തോടെ നോക്കി നിന്നു. താഴെ അലീനയ്ക്ക് യാതൊരുവിധ സമാധാനവും ഉണ്ടായിരുന്നില്ല. ഹരി മുകളിലേക്ക് പോയത് അവൾ കണ്ടിരുന്നു. അവന്റെ നോട്ടവും ഭാവവും ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അലീനക്ക്. മുത്തശ്ശി. അലീന ഓടി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. ആ ഹരി മുകളിലേക്ക് പോയിട്ടുണ്ട്. ബബിതയും കൃഷ്ണമോളും അവിടെയുണ്ട്. എനിക്ക് പേടിയാവുന്നു മുത്തശ്ശി. അന്നേരം മുത്തശ്ശി ഒന്ന് ഞെട്ടി. എന്ത്? അവൻ മുകളിലേക്ക് പോയെന്നോ? നീ വേഗം പോയിട്ട് വൈജിയോട് പറ. ആ ചെറ്റ അവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കും. അലീന ഓടിച്ചെന്ന് വൈജയന്തിയുടെ അടുത്തേക്ക് ചെന്നു. വൈജയന്തി കമലയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മാഡം, മാഡം ഒന്ന് മുകളിലേക്ക് ചെല്ലണം. അലീന കിതച്ചുകൊണ്ട് പാഞ്ഞു എത്തി പറഞ്ഞു. എന്താടി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വൈജയന്തി അലസമായി ചോദിച്ചു. അതല്ല മാഡം, ഹരി മുകളിലേക്ക് കുട്ടികളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ബബിതമോളുടെ മുറിയിലേക്ക് അവൻ കയറിപ്പോയത് ഞാൻ കണ്ടു. അവന്റെ ഉദ്ദേശം നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അലീന പറഞ്ഞു തീരും മുൻപേ തന്നെ വൈജയന്തി ചാടി എഴുന്നേറ്റു. പക്ഷേ അത് അലീനയോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നു. എടി പിശാചെ, എന്റെ മരുമകനെക്കുറിച്ച് അപവാദം പറയുന്നോ? അവൻ എനിക്ക് മകനെ പോലെയാണ്. അവൻ എന്റെ മക്കളോട് സംസാരിച്ചാൽ നിനക്ക് എന്താടി കുഴപ്പം? നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അവനെ ഈ വീട്ടിൽ നിന്നും ഓടിക്കണം, അതല്ലേടി നിന്റെ ലക്ഷ്യം? അല്ല മാഡം, സത്യമായിട്ടും മാഡം ഒന്ന് പോയി നോക്ക്, അലീന കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. അലീനയുടെ കണ്ണുകളിലെ ഭയം കണ്ടതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു സംശയം തോന്നിയത് കൊണ്ടായിരിക്കാം വൈജയന്തി മുകളിലേക്ക് തന്നെ പോവാൻ തീരുമാനിച്ചു. ഞാൻ പോയി നോക്കാം, പക്ഷെ നീ പറഞ്ഞതെങ്ങാനും കള്ളമാണെങ്കിൽ പിന്നെ നിന്റെ തൊലി ഞാൻ ഉരിക്കും എന്നും പറഞ്ഞ് വൈജയന്തി നേരെ മുകളിലേക്ക് നടന്നു. മുകളിൽ ബബിതയുടെ മുറിയിൽ ബബിത ജലനിന് അഭിമുഖമായി നിന്ന് എന്തോ വായിക്കുകയാണ്. ഹരി മുറിയിലേക്ക് കയറിയിട്ട് അങ്ങ് വാതിലടച്ചു. മുകളിൽ ബബിതയുടെ മുറിയിൽ ബബിത ജനലിനടുത്ത് അഭിമുഖമായിരുന്ന് എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹരി ബബിതയുടെ മുറിയിലേക്ക് ചെന്നിട്ട് വാതിലങ്ങ് കുറ്റിയിട്ടു. അവന്റെ കണ്ണുകൾ ബബിതയുടെ ശരീരത്തിലൂടെ അലഞ്ഞു നടന്നു. ഒരു വേട്ടമൃഗത്തെ പോലെ അവൻ പതുക്കെ അവളുടെ പിന്നിലേക്ക് നീങ്ങി. ബബിത ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ഹരി തീർത്തും ശബ്ദമുണ്ടാക്കാതെ അവളുടെ തൊട്ടു പുറകിലെത്തി. അവന്റെ മുഖം അവളുടെ കഴുത്തിനോടടുത്ത് പിടിപ്പിച്ചു. അവന്റെ ശ്വാസം അവളുടെ മുടിയിഴകിൽ തട്ടി. അവൻ കണ്ണുകളടച്ച് ആ സാമീപ്യം ആസ്വദിക്കാൻ തുടങ്ങി. കാമഭ്രാന്തനായ ഒരുവന്റെ വികൃതമായ ചേഷ്ടകൾ. ആ നിമിഷമാണ് വൈജയന്തി വാതിൽ തുറന്നത്. ആ കാഴ്ച കണ്ട് വൈജയന്തി ആകെ സ്തംഭിച്ചു നിന്നുപോയി. തന്റെ പ്രിയപ്പെട്ട അനന്തരവൻ, താൻ ഇത്രയും കാലം ന്യായീകരിച്ച ഹരി, തന്റെ സ്വന്തം മകളുടെ പിന്നിൽ നിന്ന് വൈജയന്തിയുടെ വൈജയന്തിയുടെ രക്തം തിളച്ചു. ഒരൊറ്റ നിമിഷം കൊണ്ട് അവരുടെ ഉള്ളിലെ അമ്മ ഉണർന്നു. ഹരി! വൈജയന്തിയുടെ ആ ഒരു ശബ്ദം വീട് മുഴുവൻ കുലുങ്ങി. ഹരി ഞെട്ടിത്തെറിച്ചു. വൈജയന്തിയെ കണ്ടതോടുകൂടെ തന്നെ അവൻ ആകെ വിയർത്തുപോയി. ബബിതയും തിരിഞ്ഞു നോക്കി. അമ്മയുടെ ദേഷ്യം കണ്ട് അവൾ അന്തം വിട്ടു. അമ്മേ! ബബിത നിലവിളിച്ചു. ഇറങ്ങിപ്പോടാ പുറത്ത്! വൈജയന്തി അലറി. എന്റെ വീട്ടിൽ എന്റെ മകളുടെ മുറിയിൽ നിനക്ക് എന്താടാ കാര്യം? നീ എന്താടാ ഇവളെ കാണിച്ചത്? ഹരിക്ക് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവൻ ആകെ പേടിച്ച് വിറച്ചു. വൈജയന്തിയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. താൻ വിശ്വസിച്ച, തലയിൽ വെച്ച് ആരാധിച്ച ബിംബം ഉടഞ്ഞു വീണിരിക്കുന്നു. ആന്റി, ഹരി എന്തോ പറയാൻ ശ്രമിച്ചു. മിണ്ടിപ്പോവരുത്, ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോവരുത്. നിന്നെ ഞാൻ വിശ്വസിച്ചു, സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു. പക്ഷേ നീ വെറുമൊരു... വൈജയ്ക്ക് പിന്നെ പറയാനൊന്നും വാക്കുകൾ കിട്ടിയില്ല. വൈജയന്തി ബബിതയുടെ അടുത്തേക്ക് ചെന്നു.
നീ എന്താടി നോക്കി നിൽക്കുന്നത്? ഇവൻ നിന്റെ പിറകിലൂടെ വന്നു നിന്നിട്ട് ഇത്രയൊക്കെ കാണിച്ചിട്ടും നീ ഒന്നും അറിഞ്ഞില്ലേ? അതോ നീയും ഇതിന് കൂട്ടു നിൽക്കുമായിരുന്നോ? അമ്മേ, ഞാൻ പഠിക്കുമായിരുന്നു. ഞാനൊന്നും കണ്ടതുപോലുമില്ല. ബബിത കരയാൻ തുടങ്ങിക്കൊണ്ട് സംസാരിച്ചു. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. ഇനി മേലാൽ ഈ പടി ചവിട്ടി പോവരുത്. വൈജയന്തി ഹരിയെ തള്ളി പുറത്താക്കി. ബഹളം കേട്ട് താഴെ നിന്ന് കമലമ്മയും അലീനയും അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്താ എന്താ വൈജയുടെ പ്രശ്നം? കമല ചോദിച്ചു. നിന്റെ മകനോട് തന്നെ ചോദിക്കു കമലയെടുത്തി. അവൻ എന്ത് വൃത്തികേടാണ് എന്റെ മോളോട് കാണിച്ചതെന്ന്. എന്റെ മകളുടെ മുറിയിൽ അവൻ കയറി. വൈജയന്തിക്ക് അത് പിന്നെ പൂർത്തിയാക്കി സംസാരിക്കാൻ കഴിഞ്ഞില്ല. അപമാനം കൊണ്ട് അവൻ തല താഴ്ത്തി നിന്നു. ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ എവിടെ നിൽക്കരുത്. ഇപ്പൊ തന്നെ എവിടെ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് വൈജയന്തി തീർത്തും പറഞ്ഞു. കമലയും ഹരിയും നാണം കെട്ട് പടിയിറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞ് വൈജയന്തി കിതച്ചുകൊണ്ട് സോഫയിലിരിക്കുന്നു. അലീന ഒരു ഗ്ലാസ് വെള്ളവുമായി വൈജയന്തിയുടെ അടുത്തേക്ക് വന്നു. വൈജയന്തി അലീനയെ നോക്കി. ആ കണ്ണുകളിൽ കുറ്റബോധം ഉണ്ടായിരുന്നില്ല, മറിച്ച് വിജയിച്ചവളുടെ ഭാവമായിരുന്നു അലീനക്ക്. മാഡം, അലീന വിളിച്ചു. ഇപ്പൊ മനസ്സിലായോ? അന്ന് എന്റെ മുറിയിൽ വെച്ചിട്ട് ഇവൻ എന്നോട് ഇത് തന്നെയാ ചെയ്തത്. മാഡം എന്നെയാണ് അപ്പോഴും കുറ്റപ്പെടുത്തിയത്. ഞാൻ അവനെ വശീകരിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇന്ന് മാഡത്തിന്റെ സ്വന്തം മകളുടെ മുറിയിൽ വെച്ച് ഇത് സംഭവിച്ചപ്പോൾ മാഡം ആരെയാണ് കുറ്റപ്പെടുത്തുക? ബബിത മോളെയാണോ? അതോ മാഡത്തിന്റെ കണ്ണിലുണ്ണിയായ ആ ഹരിയെ തന്നെയാണോ? അലീനയുടെ ഓരോ ചോദ്യവും വൈജയന്തിയുടെ നെഞ്ചിൽ അസ്ത്രം പോലെ തറച്ചു. മാഡം, സ്വന്തം മകൾക്ക് വന്നപ്പോൾ അത് അപമാനമായി. ഒരു വേലക്കാരിക്ക് വന്നപ്പോൾ അത് അവളുടെ പിഴയായി. ഇതാണ് ലോകം. പക്ഷേ ഒന്നോർത്തോ, സത്യം എപ്പോഴും ജയിക്കും. ഇന്നെങ്കിലും മാഡത്തിനത് മനസ്സിലായല്ലോ, അത് മതി, അലീന പറഞ്ഞു നിർത്തി. വൈജയന്തി അന്നേരം ഒന്നും തന്നെ മിണ്ടിയില്ല. അവർക്ക് മറുപടി ഒന്നും പറയാനില്ലായിരുന്നു. തന്റെ അഹങ്കാരത്തിനും മുൻവിധിക്കും കിട്ടിയ കനത്ത തിരിച്ചടിയായിരുന്നു അത്. സ്വന്തം രക്തത്തിൽ പിറന്ന മകൾക്ക് നേരെ വന്നപ്പോഴാണ് ഒരു സ്ത്രീയുടെ മാനം എന്താണെന്നും അത് ലംഘിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന എത്രമാത്രമാണെന്നും വൈജയന്തി തിരിച്ചറിഞ്ഞത്. ആ സമയത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ മഴയിൽ ഹരിയുടെയും കമലയുടെയും കാറ് ഗേറ്റ് കടന്നു പോകുമ്പോൾ വൈജയന്തി ജനലിലൂടെ നോക്കി നിന്നു. ഇനി അവർ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. പക്ഷേ ഈ സംഭവം വൈജയുടെയും അലീനയുടെയും ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾക്ക് തന്നെ തുടക്കം കുറിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ അലീന വൈജയന്തിയുടെ കണ്ണ് തുറപ്പിച്ചു കൊടുക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.